ഒരു അടിപൊളി സോയാബീൻ കറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് സോയാബീൻ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് 10 മിനിറ്റ് വേവിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് സവാളയും തക്കാളി അരിഞ്ഞതും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കുക. വേവിച്ചെടുത്ത സോയാബീൻ ഒന്ന് അരിച്ചെടുക്കുക. ഒരു ഫ്രൈങ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും സവാള അരിഞ്ഞതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തക്കാളി അരിഞ്ഞതും കറിവേപ്പിലയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വേവിച്ചെടുത്ത സോയാബീൻ നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് വെളുത്തുള്ളി തക്കാളി സവാള പേസ്റ്റ് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് ടേസ്റ്റിന് വേണ്ടി ചിക്കൻ മസാല ആഡ് ചെയ്യുക. അടിപൊളി ടേസ്റ്റി സോയാബീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക.